ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ഒരു തിരക്കുള്ള ദിവസം, തിരക്കിനേക്കാൾ ഉപരി ഭയങ്കര ചൂടുള്ളൊരു ദിവസമായിരുന്നു. ഇപ്പോൾ ചൂടുള്ള കാരണം കുട്ടികൾക്ക് എന്നല്ല നമ്മൾക്കും ഭയങ്കര അസ്വസ്ഥതയാണ്. അത്രയും ചൂടാട്ടോ. പ്രത്യേകിച്ച് കിച്ചണിൽ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അതേസമയം കിച്ചൻ്റെ പുറത്ത് പരിയപ്പുറത്തേക്ക് ഇറങ്ങി അത്രയും ചൂടില്ല. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റും ഈ ഡ്രസ്സ് അടിച്ച കാരണം അതിൻ്റെ ഒരു ചൂടും നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ പതിവ് എണീറ്റ് നോക്കിയപ്പോൾ വലിയ തിക്കും തിരക്കൊന്നുമില്ല മുറ്റത്ത്. കാരണം എനിക്ക് തോന്നുന്നു റോട്ടിൽ കൂടെ വണ്ടികളൊക്കെ വളരെ കുറവാണ്. കുട്ടികൾക്ക് ട്യൂഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇപ്പോൾ 10ാം ക്ലാസ്സുകാരുടെ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ ഡാഡി ഓൾറെഡി കട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ വരുമ്പോഴാണ് എൻ്റെ ഊഴാണ് ഈ തിരി കത്തിക്കുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഇന്ന് നമ്മൾ ദോശ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദോശമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പൂരി ഉണ്ടാക്കാം. ഡിംപിളുടെ വക മസാല ഉണ്ടാക്കി ഡിവൈൻ ദോശ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഊത്തപ്പം ഉണ്ടാക്കി. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ പൂരി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പൂരിക്ക് ഉണ്ടാക്കിയ മസാല കൂട്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ കൂട്ടി ഡോണും മോനും കൂടിയിട്ട് നമ്മുടെ എന്താ പറയുക പ്ലേ സ്കൂളിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളിതേ ഭക്ഷണം കഴിച്ച് ഡോൺ ആദ്യമേ കഴിച്ചു കേട്ടോ. കാരണം എനിക്കിന്ന് രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും അതിൽ കേട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പോയോട് കൂടിയിട്ട് ഞാൻ വുമൻസ് ഡേ അല്ല, അപ്പോൾ രാവിലെ തന്നെ കുട്ടികളെ വിഷ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ പെൺകുട്ടികൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ ആ ഗ്രൂപ്പിന് ചേരുന്ന ഒരു ദിവസം ഇന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ സംസാരിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും എനിക്ക് വുമൻസ് ഡേ വിഷ് ചെയ്തു. പക്ഷേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ ഒറ്റ വിഷ് മാത്രം ഇട്ടുള്ളൂ. കാരണം നമ്മൾ ഓരോരുത്തർക്കും അതുപോലെ തന്നെ ഞാൻ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും മെസ്സേജ് അയക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഒന്നും ഇടും. അപ്പോൾ അതിൽ വിട്ടിട്ട് വേറെ ഒന്നും ചെയ്യാറില്ല. കാരണം കോണ്ടാക്ട്സ് കൂടുന്തോറും നമ്മളിങ്ങനെ ഓരോരുത്തർക്കും പേഴ്സണലി അയക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് അടുത്ത ഊഴം നമ്മുടെ തോമ് പോയി കഴിഞ്ഞാൽ പിന്നത്തെ ഊഴം നമ്മുടെ പാച്ചുവിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് പാച്ചുവിൻ്റെ അമ്മയും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ അവനെ സംബന്ധിച്ച് എങ്ങനെയായാലും അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, മൂപ്പര് തന്നെ പോകും. അപ്പോൾ പോണ നേരത്താണ് അപ്പ ഫോൺ ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പൊന്നു ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക ചെയ്ത കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവനിങ്ങനെ ചപ്പോട് ഫോണിൽ സംസാരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ പപ്പോടും മമ്മിയോടും ആയാലും അതെ കേട്ടോ. ഇപ്പോൾ ഫോണിൽ സംസാരിക്കാനായിട്ട് മൂപ്പർക്ക് ഇപ്പോൾ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ട്രിപ്പ് പോയി വന്നതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കൽ ഇതൊക്കെയാണ് മൂപ്പരുടെ മെയിൻ പണി കേട്ടോ. അപ്പോൾ അങ്ങനെ പൊന്നും ഡാഡിയും കൂടിയിട്ട് പാച്ചുവിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ ഇന്നും അതെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഓരോ ദിവസം ഓരോ തരം തെറാപ്പിയാണ്, 2 തെറാപ്പിയാണ് മാറി മാറി ചെയ്യണത്. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇന്നലെ അവർ പറഞ്ഞു മിടുക്കനായിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അവൻ ഉഷാറാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ചില തെറാപ്പി സെൻറ്റർ പറയണ കേട്ടിട്ടുണ്ട് കുട്ടികളെ ആവശ്യമില്ലെങ്കിലും പിടിച്ച് നിർത്തും എന്നുള്ളത്. ഇവിടെ പക്ഷേ ഹീലിയസിൽ പക്ഷേ അങ്ങനെയല്ല കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിക്ക് അത് മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളോട് തിരിച്ച് പറയും, ഇനി അതിൻ്റെ ആവശ്യം നമ്മളുടെ കുട്ടിക്ക് ഇല്ല എന്നുള്ളത് പറയും. അപ്പോൾ അങ്ങനെ വേഗം പോയിട്ട് വേഗം വന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 1.5 മണിക്കൂറുണ്ടെങ്കിലും എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇവർ പോയി കഴിഞ്ഞാൽ 2 കുട്ടികളും പോയി കഴിഞ്ഞാൽ ഞാൻ കിട്ടണ സമയം കൊണ്ട് വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം ആ സമയമുള്ളൂ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സമയം. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. കാരണം ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോകും. പിന്നെ ഇവൻ്റെ വരവ് വരുമ്പോഴാണ് ഞാൻ അയ്യോ ഒന്നും എടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഫോണും കൊണ്ട് ചെല്ലാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കിയിരുന്നാൽ മതി. കാരണം എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെ നോക്കിയിരിക്കുന്നേക്കാൾ ഇഷ്ടം പണികളെടുത്ത് വേഗം കഴിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇവർ 1 മണിക്കൂർ കൊണ്ട് ചെയ്യണ കാര്യം നമ്മൾ 10 മിനിറ്റ് കൊണ്ടാവും ചിലപ്പോൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇന്ന് കോളിഫ്ലവർ മസാലയും പിന്നെ ഇവിടെ സംഭാരമായിരുന്നു കേട്ടോ. സംഭാരവും പപ്പടവും ചമ്മന്തി അച്ചാറും അത്രയേ ഉള്ളൂ, കൊണ്ടാട്ടം അച്ചാറും. അപ്പോൾ അങ്ങനെയാണ്. അതായത് ഞാൻ വളരെ കുറവ് മതി, രാത്രിയാണല്ലോ ഇപ്പോൾ ഹെവി ആയിട്ട് എപ്പോഴും കഴിക്കേണ്ട അങ്ങനെ വിചാരിച്ചിട്ട്.
അങ്ങനെ സന്ധ്യ ആയപ്പോൾ അപ്പാപ്പനും മക്കളും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തോമുവിൻ്റെ കാലുമ്പോൾ ഷൂ കണ്ടപ്പോൾ പാച്ചുവിനും ഷൂ വേണം ഒക്കെ പറഞ്ഞും ചോദിച്ചു തുടങ്ങിയിട്ടാണ്. നമ്മൾ പോയി എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞാൽ പോയി എടുത്തുകൊണ്ടുവരാൻ എല്ലാ കാര്യങ്ങളും അതെ അവൻ കറക്റ്റായിട്ട് അതായത് ഇപ്പോൾ അവൻ്റെ ഏജ് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവൻ ചെയ്തു തുടങ്ങി. കാരണം എന്താ വെച്ചാൽ 3 മാസം മുമ്പാണല്ലോ അവൻ്റെ ഡെലിവറി ആയിരുന്നത്. അപ്പോൾ ഡ്യൂ ഡേറ്റിനേക്കാളും 3 മാസം മുമ്പാണ്. അപ്പോൾ അതിൻ്റേതായ പിന്നാക്കം ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് നമ്മൾ തെറാപ്പിക്കും കാര്യങ്ങൾക്കും കൊണ്ടുപോയത്. ഇപ്പോൾ അവൻ കറക്റ്റ് അവൻ്റെ ഏജിലുള്ള കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പാദ്യോമ്പിൻ്റെ ഇണ്ടേറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാഡിക്ക് അത് കേട്ടപ്പോൾ അക്കീനെ വിളിച്ചപ്പോൾ അക്കി ഉണ്ടാക്കിയ വിവരമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ഉണ്ടാക്കാം. അത് കേട്ടതും ഡാഡി അപ്പം തന്നെ പറഞ്ഞു വേഗം കൊണ്ടുപോയിട്ട് ഉഴുന്ന് വെള്ളത്തിലിടുന്നു. അപ്പം ഞാൻ ഒന്ന് കിടന്നതാണ്. അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് എണീറ്റ് ഉഴുന്നൊക്കെ കഴുകി ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ട് വേഗം അതിൻ്റെ പുറപ്പാട് നോക്കി. അപ്പോൾ ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ തറവാടുകളിൽ നിന്ന് പണ്ട് തൊട്ടേ കണ്ടുവരുന്നൊരു ശീലമല്ലേ അതാത് ദിവസങ്ങളിൽ അതാത് പലഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഇണ്ടേറി പിന്നെ കലത്തപ്പം ഉണ്ടാക്കി. അപ്പോൾ ഡാഡി തന്നെ മറ്റേ നാളികേരക്കൊത്ത് കുരുകുനാന്ന് നിറച്ചരിഞ്ഞു തന്നു, ചുവന്നുള്ളി അരിഞ്ഞു തന്നു, അങ്ങനെയുള്ള എല്ലാതും ഡാഡി അരിഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സാരി എങ്ങനെയോ വന്ന് പെട്ടതാട്ടോ. കുട്ടികൾ സാരിയുടെ ഇതെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചെങ്കിലും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവർക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കലത്തപ്പാണ്. മറ്റേത് ഇണ്ടേറിയപ്പാണെങ്കിൽ ഇത് കലത്തപ്പം. ഇണ്ടേറിയപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ കിണ്ണത്തിൽ നമ്മൾ പുഴുങ്ങിയെടുക്കണത്, ആവിയിൽ എടുക്കണത്. മറ്റേത് കലത്തപ്പം എന്ന് പറയുന്നത് നമ്മൾ ചീനച്ചട്ടിയിൽ ചുട്ടെടുക്കണത്. അതാണ് വ്യത്യാസം. അപ്പോൾ രാത്രിയിലത്തെ കറി ഇന്ന് ഡിമ്പിളിൻ്റെ വകയായിരുന്നു കേട്ടോ. ശരവണ ഭവനിലെ മസാലക്കറി, അതായത് കോളിഫ്ലവർ, ക്യാരറ്റ്, ഗ്രീൻ പീസ്, കിഴങ്ങ് ഇതിട്ടിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള കറിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി എൻ്റെ ഊഴായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളുടെയൊക്കെ വയറ് നിറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്ക് 1 മതി 2 മതി എന്നൊക്കെയായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 5 ആൾ കൂടി ആകെ ഉണ്ടാക്കിയത് 10 ചപ്പാത്തിയാണ്. കാരണം ഇണ്ടേറി 1 ഉണ്ടാക്കിയുള്ളൂ, കലത്തപ്പം 2 ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. കാരണം അത്രേ വേണ്ടൂ, കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ രാത്രി എല്ലാവരും കിടന്നതിന് ശേഷം ഞാൻ എൻ്റെ മക്കൾക്ക് ഇറച്ചി കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞ് അവർ നോക്കി കിടക്കാൻ ഞാൻ കയറണവരങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്കും കയറാൻ ഭയങ്കര വിഷമമാണ്. അപ്പോൾ എന്നാലും ഇത് കണ്ടു അവർ ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം അവർ കഴിക്കാൻ തന്നെ നിൽക്കുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയപ്പോഴാണ് നമ്മുടെ ഗ്രില്ല് മേലത്തെ ചെടികളൊക്കെ വാടി നിൽക്കണം. എനിക്കാണെന്ന് ഈ ചെടികൾ വാടി നിൽക്കണം കണ്ടാൽ പിന്നെ പോയി കിടന്ന് നാളെ ചെയ്യാമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ എന്താ വിചാരിക്കാന്ന് വെച്ചാൽ അവരും ജീവനുള്ളതല്ലേ. അപ്പോൾ ഒരു തുണ്ട് വെള്ളം എത്രയും നേരത്തെ കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സമയമൊന്നും നോക്കില്ല. ഞാൻ എപ്പോഴാണോ കണ്ടത് അപ്പോൾ ഒഴിക്കും വെള്ളം കേട്ടോ. കാരണം ഇതെൻ്റെ ശ്രദ്ധയിൽ പകലൊന്നും പെട്ടിട്ടില്ല തോന്നുന്നുണ്ട്. പിന്നെ നല്ല ചൂടും അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഫിൽറ്റർ ഡിമ്പിളുടെ ഇതിലുണ്ടാവും കേട്ടോ. കറക്റ്റ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നല്ല സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മുകളിൽ ക്യാൻഡിലാണെങ്കിൽ താഴെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്യണ 4 ലെയറാണ്. ചാർക്കോള് പിന്നെ മിനറൽസ് അങ്ങനെ പറഞ്ഞിട്ട് 4 ലെയറിലാണ്. അപ്പോൾ അത് നല്ല ഫ്രഷ് വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. മറ്റേത് ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിക്കാറ് പതിവ്. ഇതങ്ങനെയല്ല, ഫിൽറ്റർ ചെയ്ത് വരണതാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു വന്നു. നാളേക്കുള്ള ദോശമാവല്ല, ഞാൻ ഈ ഇണ്ടേറിക്ക് അരച്ചപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അരച്ചു. ശരിക്കും ദോശയുടെ കൂട്ട് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ഇത്തിരി ചോറ് ചേർത്ത് അരച്ച് വെച്ചു. ദോശമാവാകുമ്പോൾ ഇപ്പോൾ പാച്ചുവിനായാലും ഇടയ്ക്ക് ദോശ കൊടുക്കുന്നത് അവന് ഇഷ്ടമാണ്. നമുക്കതിൽ ഒരു മുട്ടിനെ കഴിക്കാനായിട്ട് നല്ലതാണല്ലോ ദോശ. അപ്പം അങ്ങനെ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാനിങ്ങനെ വെച്ചാൽ ചില ദിവസം എനിക്ക് വല്ല മനസ്സിന് സങ്കടം വരിക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യം വേണം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒരു തിരി കത്തിച്ച് വയ്ക്കും. ഞാൻ എപ്പോഴും പറയും എനിക്കായിട്ട് ഞാൻ വാങ്ങിക്കുന്ന ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് മെഴുകുതിരിയാണ്. ചിലപ്പോൾ 2ഉം 3ഉം ഒക്കെ കത്തിക്കുന്ന ദിവസങ്ങളുണ്ടാവും. എനിക്കെന്തോ അതിനോട് ഭയങ്കര ഒരു വിശ്വാസമാണ്. അപ്പം ഇനി ബാക്കി വിശേഷം നമുക്ക് നാളെ പറയാം.